കൊച്ചി ചമ്പക്കര കനാലിൽ ബാർജ് നിയന്ത്രണം വിട്ടു. ഫാക്ടറിയിലേക്ക് ഇന്ധനവുമായി പോയി മടങ്ങുമ്പോഴാണ് ബാർജിന് നിയന്ത്രണം നഷ്ടമായത്. പാലത്തിനടിയിലെ സംരക്ഷണ ഭിത്തിയിൽ ബാർജ് ഇടിച്ചു നിൽക്കുകയാണിപ്പോൾ. ജലഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ലേബി സജീന്ദ്രൻ സ്ഥലത്ത് തുടരുന്നുണ്ട്. ലേബി, ആ ബാർജ് ഇപ്പോഴും ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ജലഗതാഗതം പുനരാരംഭിക്കാനാവുക? നടപടികൾ തുടങ്ങിയോ? സ്മൃതി, രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ ബാർജ് ചമ്പക്കര കനാലിലൂടെ വന്നതാണ്. തുറമുഖത്ത് നിന്ന് ഇന്ധനവുമായി അമ്പലമുകൾ BPCLിലേക്ക് പോയി ഇന്ധനം അവിടെ നിറച്ചതിന് ശേഷം മടങ്ങി വന്ന ബാർജാണ്. അല്ലെങ്കിൽ വലിയ ദുരന്തമായി തന്നെ ചോർച്ചയ്ക്ക് അനുഭവപ്പെട്ടേനെ. ഏതായാലും അത്തരത്തിലുള്ള അപകടം ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പങ്കയിൽ പായൽ കുടുങ്ങിയാവണം MP മീനച്ചിൽ എന്ന് പറയുന്ന ഈ ബാർജ് ഇത്തരത്തിൽ ഇങ്ങനെ ഇവിടെ നിയന്ത്രണം വിട്ട് കുടുങ്ങിയിരിക്കുന്നത്. പാലത്തിനടിയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ ബാർജ് എന്ന് പറയുമ്പോൾ നിരന്തരം ബാർജ് പോകുന്ന പ്രധാനപ്പെട്ട ജലപാതയാണ്. ദേശീയ ജലപാതയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്നും ചമ്പക്കര കനാലിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇവിടേക്ക് രാവിലെ ഇതുവഴി വന്ന ബാർജ് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഈ പാലത്തിനടിയിലേക്ക് വരികയായിരുന്നു. ഈ ബാർജ് ഇത്തരത്തിൽ കുരുങ്ങുന്ന സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, നിയന്ത്രണം പോയിട്ടൊക്കെ. ഇത് പായൽ കുരുങ്ങിയത് തന്നെ ആയിരിക്കുമോ ഇതിന്റെ അപകട കാരണം, അല്ലെങ്കിൽ നിയന്ത്രണം പോകാനുള്ള കാരണം? ബാർജിലെ ആ ഡ്രൈവറും മറ്റും പറഞ്ഞത് പായൽ കയറി കുരുങ്ങി എന്നുള്ളതാണ്. പക്ഷെ പായലിപ്പോൾ വേനൽക്കാലം വന്ന് ഉപ്പ് തുടങ്ങിയപ്പോൾ കരിഞ്ഞ് കുറേ ഇല്ലാതായിരിക്കുകയാണ്. കട്ടിയായ പായലിവിടെ ഇല്ല. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയില്ല. അവർ പറഞ്ഞത് പായൽ കയറി പ്രൊപ്പലർ പായൽ കയറി കുടുങ്ങിയാണ് നിയന്ത്രണം പോയെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ഈ പഴയ ഇതിലൊക്കെ ഇടിച്ചു നിൽക്കുകയാണ്. ഈ സംരക്ഷണ ഭിത്തിയിലാണല്ലോ ഇടിച്ചു നിന്നത്. ഇതൊക്കെ പൊളിച്ചു നീക്കണം എന്നുള്ള ആവശ്യം നിങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്. മഴക്കാലങ്ങൾ വരുമ്പോൾ നല്ല ശക്തിയായ മണ്ണിടിച്ചിലൂടെ പല സ്ഥലങ്ങളിലും തൊട്ടപ്പുറത്ത് മഡ് മുനിസിപ്പാലിറ്റിയുടെ ബൗണ്ടറിയായ 4-ാം ഡിവിഷനിൽ കഴിഞ്ഞ മഴയത്ത് ആ ഒരു പ്രദേശം മുഴുവൻ ഇടിഞ്ഞ് അവിടെ ആളുകളെ ഭയഭീതിയിൽ തന്നെയാണ്. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളും വാഹനങ്ങളും എല്ലാം ആകെ ഇതിപ്പോ പൊളിച്ച് കളയാത്ത ഒരു കാരണമായിട്ടുണ്ടാകാം അല്ലേ ഈ നിയന്ത്രണം പോകാൻ? തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയാ, ശാശ്വതമായ ഒരു പരിഹാരം തന്നെ ജല അതോറിറ്റി കണ്ടെത്തണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. സ്മൃതി, ഈ ചെറിയ വീതി അധികം ഇല്ലെങ്കിലും വലിയ ആഴമുള്ള ഭാഗമാണ് ചമ്പക്കര കനാലിന്റെ ഈ ഭാഗം. ഇത് ദേശീയ ജലപാതയുടെ ഭാഗവുമാണ്. ഇങ്ങോട്ട് ബാർജ് നിരന്തരം തുറമുഖത്തുനിന്ന് വരുന്നതാണ്. നോക്കുക, ഈ കനാലിന് കുറുകെ വന്ന് ഇപ്പോൾ ഇതുവഴിയുള്ള ജലഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതുവഴി ബാർജ് എല്ലാം കടന്നു വരുന്നതാണ്. ഇതെല്ലാം വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അമ്പലമുകൾ അടക്കമുള്ള വ്യവസായ മേഖലയിലേക്കുള്ള പ്രധാന ജലപാതയുമാണ് ഇത്. ഏതായാലും ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കി വരികയാണ്. ഇതിന്റെ യന്ത്രത്തകരാറാണെങ്കിൽ അത് പരിഹരിച്ച വേഗം ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കമാണ്. നോക്കുക, ഇവിടെ ഇടിച്ചാണ് ഇത് നിന്നിരിക്കുന്നത്. ഇതും വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇതിൽ സൾഫറാണ് ഉണ്ടായിരുന്നത്. ഈ സൾഫർ അവിടെ നിറച്ച് മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ ചോർച്ചയൊക്കെ ഉണ്ടായി വലിയ അപകടത്തിലേക്കും പോയേനെ. ഏതായാലും ഇത് ഏറ്റവും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കവും ഇതിന്റെ യന്ത്രത്തകരാറാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള നീക്കവും ഒക്കെ ഇപ്പോൾ നടത്തി വരികയാണ്. സ്മൃതി, ശരി. ലേബി സജീന്ദ്രനാണ് സ്ഥലത്തു നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.